ഏറ്റവും ലളിതമായ ജീവിതം നയിക്കുന്ന നേതാക്കളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ത്രിപുരയിലുണ്ടായിരുന്നു. സ്വയം വസ്ത്രം അലക്കി കഴുകി വൃത്തിയാക്കി മണിക് സർക്കാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പാലക്കാട്ട് വന്നു. മണിക് സർക്കാർ ത്രിപുര മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് മണിക് സർക്കാരിന്റെ ചുമതല എനിക്കായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ ഇലക്ട്രിസിറ്റി IB റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, രാജുവിനറിയില്ല IB, അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോ ദിസ് ഈസ് ഇനഫ്. ഏത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെ റൂം ധാരാളമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഞാൻ അവിടെയാണ് താമസിച്ചത്. അതിരാവിലെ എണീറ്റ് ഞാൻ നോക്കുമ്പോൾ ഒരു കുർത്തയും ഇതൊക്കെ ഇദ്ദേഹം അപ്പുറത്ത് കൊണ്ടുപോയി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. എല്ലാ മന്ത്രിമാർക്കും ഇത് ഒരുപോലെ ബാധകമായിരുന്നു. അദ്ദേഹത്തിന് എസ്കോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിന് എസ്കോർട്ട് ഉണ്ട്. അദ്ദേഹം കേരള ഗവൺമെന്റിനോട് പറഞ്ഞു, എനിക്ക് എസ്കോർട്ട് ആവശ്യമില്ല. അദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു അവിടെയുള്ള പാർട്ടി നേതാക്കളും മന്ത്രിമാരും. പക്ഷേ ബംഗാളിനെ പോലെ തന്നെയുള്ള വലിയ തകർച്ചയല്ലേ ത്രിപുരയിൽ വന്നത്. അപ്പൊ ലാളിത്യമല്ല ഇതിന്റെ വിഷയം. ലാളിത്യവും ഒന്നും ഇതിന്റെ ബാധകല്ല. ചരിത്രപരമായ കാരണങ്ങളാൽ CPIM ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന്റെ സൂചനകളാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടത്. അപ്പൊ പിന്നെ പിടിച്ചിരുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഈ പരാജയം CPIMന്റെ നട്ടലിനേറ്റ ഏറ്റവും വലിയ ആഘാതമാണ്, പ്രഹരമാണ്. ഇപ്പോ പലരും പറഞ്ഞെന്താണ്, സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനെടുത്ത തീരുമാനം, അതിനോട്ട് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആ തീരുമാനങ്ങളെല്ലാം എടുത്തപ്പോൾ ജനങ്ങൾ വർദ്ധിതമായ ആവേശത്തോടു കൂടി ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിൽ കയറ്റും എന്നാണ് പറഞ്ഞത്. പക്ഷെ ദയനീയമായ തകർച്ചയുണ്ടായത്. ഈ ആനുകൂല്യങ്ങളൊന്നും കേരളത്തെ പോലെയുള്ളൊരു സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കില്ല. അതൊന്നും ബാധിക്കില്ല. ആ സമയത്തുള്ള വസ്തുനിഷ്ഠമായ രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ആ രാഷ്ട്രീയം CPIM നേതൃത്വം കൊടുക്കുന്ന LDF-നെതിരാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. കേരളം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ തുടർച്ചയിലാണ് ഭരണം നഷ്ടപ്പെടുന്നതും ഗൗരവമുള്ള വിഷയമല്ല. പക്ഷെ ഇത്രയും വലിയൊരു തകർച്ച, ഭരിക്കുന്ന പാർട്ടി ഈ വലിയ തകർച്ചയിലേക്ക് 26 സീറ്റിലേക്ക് ഒതുങ്ങി എന്ന് പറയുന്നത് വരാൻ പോകുന്ന ദുരന്തത്തിന്റെ ആദ്യത്തെ മുന്നറിയിപ്പാണ്. ഇപ്പൊ CPIM ICUവിലാണ്. സമീപ ഭാവിയിൽ അത് വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. वीडियोस बनाने हैं, फिल्मोरा है ना।